അയോധ്യയിലെ രാംലല്ല വിഗ്രഹം കണ്ടവരാരും ആ കണ്ണുകൾ മറക്കില്ല. ഏറെ ഭക്തരെയും ആകർഷിച്ചതും ആ കണ്ണുകൾ തന്നെയായിരുന്നു. 5 വയസ്സുകാരൻ ബാലന്റെ ജീവസുറ്റ മിഴികളിൽ കുസൃതിയും സ്നേഹവും ദയവും ദർശിച്ചവർ അനവധിയാണ്. ഇപ്പോഴിതാ അയോധ്യയിലെ രാംലല്ല വിഗ്രഹത്തിന്റെ മാതൃകയിൽ വിദേശ രാജ്യങ്ങളും ഇനി വിഗ്രഹങ്ങൾ കാണാം. രാംലല്ലയുടെ വിഗ്രഹത്തിന്റെ മാതൃകയിൽ പുതിയ വിഗ്രഹങ്ങൾ വിദേശ രാജ്യങ്ങളും സ്ഥാപിക്കാനാണ് തീരുമാനം. സനാതന ധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച എറ്റേബ്ലിസ് ഫൗണ്ടേഷൻ എന്ന സംഘടനയാണ് വിഗ്രഹ നിർമ്മാണത്തിന് പിന്നിൽ. കാശിയിലെ ശില്പി കനയ്യലാൽ ശർമ്മയാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഡയാന രാജകുമാരിയുടെ പിങ്ക് കൽ പ്രതിമ ഒരുക്കിയ കലാകാരനാണ് കനയ്യ. നെതർലാൻഡിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. വിദേശത്ത് സ്ഥിര താമസമാക്കിയ ഇന്ത്യക്കാരുടെയും സനാതന അനുയായികളുടെയും ആഗ്രഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാശി, അയോധ്യ തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും അനുഗ്രഹം തേടാനും അവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ തൊഴിൽപരമായ മറ്റ് പ്രതിബദ്ധതകളാലും പലർക്കും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഈ ആവശ്യം പരിഹരിക്കുന്നതിനായി ക്ഷേത്രങ്ങൾ സ്ഥാപിക്കാനും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാനുമാണ് ഫൗണ്ടേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫൗണ്ടേഷൻ ഡയറക്ടർ രാഹുൽ മുഖർജിയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ആംസ്റ്റർഡാമിന് ശേഷം ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, യൂറോപ്പിലെ ഭാഗങ്ങൾ കൂടാതെ അമേരിക്കൻ രാജ്യങ്ങളും ശ്രീരാമ വിഗ്രഹങ്ങൾ സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എറ്റബ്ലിസ് ഫൗണ്ടേഷൻ സ്ഥാപകനായ സ്വാമി അഗഡ് സാമ്രാട്ട് ആനന്ദ്ജിയാണ് ലോകമെമ്പാടും രാമക്ഷേത്രങ്ങൾ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തിട്ടുള്ളത്. സി ന്യൂസ്, കോഴിക്കോട്.